നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. മുതലപ്പുഴി ഹാർബറിലും പൊഴിമുഖത്തും തുടരെയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിലേക്കായി സർക്കാർ പ്രഖ്യാപിച്ച സുരക്ഷാ പാക്കേജ് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് KLCA തിരുവനന്തപുരം അതിരൂപത നേതൃത്വം ആവശ്യപ്പെട്ടു. 2006 ശേഷം മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനും 70-ലധികം ജീവനുകൾ നഷ്ടപ്പെട്ടതിനും കാരണം സർക്കാർ അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ടാണെന്നും പല പഠനങ്ങളിലും ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. 726 അപകടങ്ങളിലായി 73 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 700-ലേറെ പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും കോടിക്കണക്കിന് രൂപയുടെ തൊഴിൽ സാമഗ്രികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന് കാരണക്കാരായ അശാസ്ത്രീയ നിർമ്മാണം നടത്തിയ സർക്കാർ ഇപ്പോൾ ഒളിച്ചു കളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൺസൂൺ പോസ്റ്റ് മൺസൂൺ സീസണുകൾ പഠിച്ചതിനു ശേഷം തെക്കു ഭാഗത്തെ പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്നും പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണമെന്നും വിദഗ്ധ സമിതികൾ ഇതിനകം ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് KLCA അതിരൂപത പ്രസിഡന്റ് ശ്രീ പാട്രിക്, ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് സേവ്യർ എന്നിവർ ചൂണ്ടിക്കാട്ടി. 2023 ജൂലൈ മാസം 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതിനു ശേഷം സർക്കാർ പ്രഖ്യാപിച്ച 7 പരിഹാര നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ ശുശ്രൂഷയ്ക്ക് കീഴിലുള്ള ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി തനതായ ഒരു ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രം ആരംഭിക്കുന്നു. ജർമ്മനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നഴ്സിംഗ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർണാവസരമാക്കും. ഇതിന്റെ ഭാഗമായി GNM BSc നഴ്സിംഗ് പൂർത്തിയാക്കിയവർക്കും അവസാന വർഷം പഠിക്കുന്നവർക്കും +2 കഴിഞ്ഞവർക്കും ശരിയായ ദിശാബോധവും അറിവും നൽകുന്ന ഒരു സെമിനാർ മെയ് മാസം 3-ാം തീയതി രാവിലെ 11 മണിക്ക് വെള്ളയമ്പലം ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ വച്ച് നടന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ M-Touch മരീൻ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കം കുറിച്ചു. മെയ് 2 വ്യാഴാഴ്ച കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താവായി കണ്ടെത്തുന്ന കുട്ടികൾ 5ാം ക്ലാസ് മുതൽ പദ്ധതിയുടെ ഭാഗമാകും. ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസ പ്രാപ്തി കൈവരിക്കാനുള്ള പരിശീലനം 5ാം ക്ലാസ് മുതൽ ലഭ്യമാക്കി തുടങ്ങും. ഒപ്പം ഇവരുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക, ആധ്യാത്മിക വളർച്ച ഉറപ്പാക്കുന്ന അനുധാവന പ്രവർത്തികളും കൂടിവരവുകളും നിശ്ചിത ഇടവേളകളിലായി നടക്കും. ഈ ഒരു പ്രക്രിയയിലൂടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലെത്തിക്കുന്നതാണ് M-Touch പദ്ധതി. അതിരൂപതയിലെ 35ഓളം ഗുണഭോക്താക്കളായ കുട്ടികൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് മരീൻ ആർക്കിടെക്ട് കോളേജ് മാനേജ്മെന്റ് സ്റ്റാഫ്, വിദ്യാർത്ഥികൾ ചേർന്നാണ് മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഈ മഹനീയ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അഞ്ചുതെങ്ങ് ഫെറോനയുടെ BCC പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ഫെറോന BCC സംഗമം നടന്നു. ഏപ്രിൽ 27 ശനിയാഴ്ച അഞ്ചുതെങ്ങ് പാരിഷ് ഹാളിൽ നടന്ന സംഗമത്തിൽ അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയേൽ മുഖ്യാതിഥിയായിരുന്നു. BCC ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഫാദർ ഡാനിയേൽ ക്ലാസ് നയിച്ചു. വെള്ളയമ്പലം ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെയും വെള്ളയമ്പലം ഇടവകയുടെയും സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധയുടെ ജന്മസ്ഥലമായ ഫ്രാൻസിലെ ലിസ്യൂലിൽ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പ് ഏപ്രിൽ 28 ഞായറാഴ്ച 3 മണിക്ക് പാങ്ങോട് കർമ്മലീത്ത ആശ്രമത്തിൽ നിന്ന് പാളയം സെയിൻറ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ എത്തിച്ചു. കർമ്മലീത്ത മലബാർ പ്രൊവിൻഷ്യൽ വെൽ റവറൻഡ് ഫാദർ പീറ്റർ ചക്യാത്ത് OCDയുടെ കാർമ്മികത്വത്തിലാണ് നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.